friends, welcome to my channel. My name is Prajith. Today we are going to study about bookkeeping. Students, നമ്മൾ ഇന്ന് പഠിക്കുന്നത് bookkeeping-നെ പറ്റിയാണ്. തൊട്ട് മുന്നിലെ എപ്പിസോഡിൽ ഞാൻ ഡബിൾ എൻട്രി bookkeeping സിസ്റ്റം അതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. If you want to see that, please press the eye icon on the top of the screen. So now we are going to study about bookkeeping. What is bookkeeping? എന്താണ് bookkeeping? Bookkeeping is the base of accountancy. Bookkeeping എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയുടെ ബേസ് ആണ്. ബുക്ക് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയുടെ ബേസ് ആണെങ്കിൽ വാട്ട് ഈസ് അക്കൗണ്ടൻസി? എന്താണ് അക്കൗണ്ടൻസി? അക്കൗണ്ടൻസി ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടൻസി ഇസ് ദ ടങ് ഓഫ് ദ ബിസിനസ്. അക്കൗണ്ടൻസി ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആൻഡ് അക്കൗണ്ടൻസി ഇസ് ദ ടങ് ഓഫ് ദ ബിസിനസ്. Why we can say that accountancy is the tongue of the business or language of business? That is, with the help of accountancy, we will come to know, or an accountant can identify, or accountant can understand whatever happening inside the company. He can understand the total sales during an accounting year, total purchase during an accounting year. Like that, he can find out. He will come to know about direct expenses, indirect expenses, including operating expenses such as selling expenses, distribution expenses, office expenses, and distribution expenses, etc. Also, he will come to know that what are the non-operating expenses and non-operating incomes of a business concession during a particular accounting year. So, with the help of accountancy, everybody will come to know about what is happening inside the business organization. So, we can say that accountancy is the tongue of the business and accountancy is the language of the business. If you know accountancy, then you will feel that the books of accounts is speaking to you about the business organization. So, accountancy is the tongue of the business. And what is the base of accountancy? Accountancyയുടെ ബേസ് എന്താണ്? അക്കൗണ്ടൻസിയുടെ ബേസിന് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആദ്യം ബുക്ക് കീപ്പിംഗ് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് ബുക്ക് കീപ്പിംഗ്? Book keeping is defined as an art and science of keeping a systematic record of business transactions in a set of books. So what is bookkeeping? Bookkeeping is an art and science of keeping a systematic record of business transactions in a set of books. ഒരു സെറ്റ് ബുക്കിൽ, ഏതാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്? ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ആ കമ്പനിയുടെ ബിസിനസ് ട്രാൻസാക്ഷന് സിസ്റ്റമാറ്റിക്കായി അടുക്കും ചിട്ടയോട് കൂടി കലാപരമായും ശാസ്ത്രീയമായും റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. സോ ബുക്ക് കീപ്പിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് an art and science of keeping a systematic record of business transactions in a set of books, അല്ലെ in the books of account. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബുക്ക് കീപ്പിംഗ് is the process of recording business transactions. So here we have to understand what is business transaction. Simply, what is transactions? എന്താണ് ട്രാൻസാക്ഷൻസ് അഥവാ ഇടപാട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പാർട്ടീസ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പാർട്ടീസ് ഓർ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് ആർ കോൾഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? പൈസയോ പണമോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുവോ രണ്ടോ അതിലധികമോ ആളുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് ട്രാൻസാക്ഷൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു അക്കൗണ്ടന്റ് എന്നുള്ള തോതിൽ, ഒരു ബുക്ക് കീപ്പർ എന്നുള്ള തോതിൽ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു റെക്കോർഡ് ഓൾ ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. വി ഹാവ് ടു റെക്കോർഡ് ഓൺലി ദ ബിസിനസ് ട്രാൻസാക്ഷൻസ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് യു ക്യാൻ സീ. One is business transactions, second is personal transactions. An accountant has to record only the business transactions into the books of account. If there is any personal transactions, he has to record all that personal transactions into his personal book only, not in the books of account of the business. Business in the books of account ila oru personal transactions nammal ezhudan vedi paadilla. Business in the transactions maatrame books of account inde athu nammal record cheyan vedi paadullu. There are two types of transactions. Cash transactions and credit transaction. രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻസ് and second one is called credit transactions.
Then what do you know about cash transaction? എന്താണ് cash transactions എന്ന് പറയുന്നത്? Goods are exchanged for cash is called cash transactions. Goods are exchanged for cash. സാധനങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ക്യാഷിന് പകരമാണെങ്കിൽ അതിനെ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം? That is the receiving aspect and giving aspect of cash must be done immediately. അപ്പോൾ ക്യാഷ് കിട്ടുന്നതായാലും ക്യാഷ് കൊടുക്കുന്ന കാര്യമായി കഴിഞ്ഞാലും ഗുഡ്സ് കിട്ടുന്ന സമയത്തോ കൊടുക്കുന്ന സമയത്തോ ആ സമയത്ത് തന്നെ നടത്തിയിരിക്കണം. അപ്പോൾ ഇവിടെ റിസീവിങ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ് മസ്റ്റ് ബി ഡൺ ഇമ്മീഡിയറ്റ്ലി. ഒരേ സമയത്ത് തന്നെ സാധനം വാങ്ങുമ്പോൾ തന്നെ ക്യാഷ് കൊടുക്കണം, സാധനം വിൽക്കുമ്പോൾ തന്നെ ക്യാഷ് കിട്ടണം. അവിടെ ക്യാഷ് കിട്ടുന്നതിന് കാലതാമസമില്ല, ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ക്യാഷ് ഈസ് കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് the receipt and payment of cash immediately. അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കണം? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് സംഭവിച്ചിരിക്കണം, ആ സമയം തന്നെ നടത്തിയിരിക്കണം. രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ പേരാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. വാട്ട് ഈസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ? ക്യാഷ് വിൽ ബി എക്സ്ചേഞ്ച്ഡ് ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ് ഫോർ ഗുഡ്സ് എക്സ്ചേഞ്ച്ഡ് നൗ. ഇന്ന് സാധനങ്ങൾ വിറ്റതിന് ശേഷം അതിന്റെ ക്യാഷ് ഒരു ഫ്യൂച്ചർ ഡേറ്റ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഇന്ന് സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം അതിന് പകരമായി കൊടുക്കുന്ന ക്യാഷ് ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് മാറ്റിവെക്കുന്നതെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ, there are two types of transaction, cash transaction and credit transactions. Goods are exchanged for cash is called cash transactions, and cash received in a future date. Cash received in a future date for goods exchanged right now is called a credit transaction. വേറെ ഒരു കാര്യം ബുക്ക് കീപ്പിങ്ങിനകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്, നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഓർമ്മിക്കുക. ബുക്ക് കീപ്പിംഗ് is defined as an art and science of keeping a systematic record of business transactions in a set of books. ഒരു സെറ്റ് ബുക്കിൻ്റെ അകത്ത് ബിസിനസ് ട്രാൻസാക്ഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ബുക്സ് ഓഫ് അക്കൗണ്ടിലാണ്. എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്? സോ വാട്ട് ഈസ് ബുക്സ് ഓഫ് അക്കൗണ്ട്? എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്? ജേർണൽ, ledger and registers which are used for recording all the business transactions collectively is known as books of account. എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്? അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ് ജേർണൽ ഉണ്ടാവും, ലെഡ്ജർ ഉണ്ടാവും, അതർ രജിസ്റ്റേഴ്സ്, ഈ മൂന്ന് കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ എക്സെട്ര which are used for recording all the business transactions collectively is called books of account. ഇതാണ് ബുക്ക് കീപ്പിംഗിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഷോർട്ട്. ബിസിനസ് ട്രാൻസാക്ഷൻസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 4 ആൽഫബറ്റ്സ്. ഏതൊക്കെയാണ്? IMRC എന്നുള്ള 4 ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. വാട്ട് ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. First of all, we have to identify the business transactions. Business transaction വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. And second one, M denotes measurement in monetary terms. All the business transaction must be recorded in monetary terms only. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം ബിസിനസിൻ്റെതും അല്ലാത്തതുമായിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ കൂട്ടത്തിൽ നിന്ന് ആദ്യം തന്നെ ബിസിനസിന്റെ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുകയും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസിന്റെ മോണിറ്ററി വാല്യൂയിൽ മാത്രമേ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു മെഷർ ദ ട്രാൻസാക്ഷൻസ് ഇൻ മോണിറ്ററി ടേംസ്. ആൻഡ് തേർഡ് വൺ R മീൻസ് റെക്കോർഡിംഗ്. സോ ഫസ്റ്റ് വൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, പിന്നെ അതിന്റെ മോണിറ്ററി വാല്യൂ കണ്ടുപിടിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് റെക്കോർഡിംഗ്. R denotes recording. Recording means writing journal entries in the journal book. ഇപ്പോൾ ജേർണൽ എൻട്രീസ് എഴുതുക എന്നുള്ളതാണ് റെക്കോർഡിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ C മീൻസ് ക്ലാസിഫിക്കേഷൻ. What does it mean? So it means preparations of ledger. ഇത്രയും കാര്യങ്ങളാണ് ബുക്ക് കീപ്പിംഗിന്റെ അകത്തുള്ളത്. IMRC ഐഡന്റിഫിക്കേഷൻസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, measurement in monetary terms, or recording, that is the preparations of journal, and C classifications of these recorded entries, that means preparations of ledger. ഇത്രയും കാര്യമാണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ള ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെയും സയന്റിഫിക് ആയിട്ടും
ആർട്ട്ഫുള്ളി ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. എവിടെ റെക്കോർഡ് ചെയ്യുക? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ. എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ജേണൽ, ലെഡ്ജർ ആൻഡ് other registers etc. which are used for recording all the business transactions collectively is called എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ടില് ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസിനെ കലാപരമായും ശാസ്ത്രീയമായും അടുക്കും ചുട്ടിയോടും കൂടി റെക്കോർഡ് ചെയ്യുന്ന പ്രൈമറി സ്റ്റേജ് ഓഫ് അക്കൗണ്ടൻസിയെ നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം. Therefore we can say bookkeeping is the base of accountancy. So എനിക്ക് മനസ്സിലാക്കി തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. ബുക്ക് കീപ്പിങ്ങിനെ പറ്റി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പിന്നെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ടുകൾ തീർത്ത് തരുന്നതായിരിക്കും. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.